അമേരിക്കയുമായിട്ടുള്ള യുദ്ധ സാഹചര്യം വഷളാകുമ്പോഴും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ കടുത്ത സൈനിക വ്യാപാര നേട്ടങ്ങൾ കൊയ്ത് ഇറാൻ മുന്നേറുകയാണ്. US ഏർപ്പെടുത്തിയ കർശനമായിട്ടുള്ള നാവിക ഉപരോധങ്ങളെയും നിരീക്ഷണങ്ങളെയും പൂർണ്ണമായിട്ടും തകിടം മറിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ അതീവ രഹസ്യമായിട്ടുള്ള ഒരു കപ്പൽ നീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള സാമ്പത്തിക മാധ്യമമായിട്ടുള്ള ബ്ലൂംബർഗ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങളാണ് ഈ വൻ ശക്തിയായ അമേരിക്കയെ പോലും നിലവിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഈ ഒരു വാർത്തയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങളൊക്കെ കണ്ടിട്ട് ആകെ മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ട്രംപിന് ഹോർമുസ് വഴി ഒരു കപ്പൽ പോലും കടത്താൻ കഴിയുന്നില്ല. അവിടെയാണ് ഇറാന്റെ ആ നിർണായക കളി നടക്കുന്നത്. വിലക്കുകൾ ലംഘിച്ച് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ എത്തിക്കാനുള്ള ഇറാന്റെ ഒരു പുതിയ തന്ത്രം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് ഒന്നാതെ ട്രിഗർ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിലാണ് ഇറാൻ പല കളികളും കളിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധത്തെ മാറ്റുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സമാനമായിട്ടുള്ള കടുത്ത പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും അമേരിക്ക ഏർപ്പെടുത്തിയ എല്ലാത്തരം വിലക്കുകളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാന്റെ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിൽ അല്ലെങ്കിൽ കടലിടുക്ക് കടക്കുന്നത്. US നാവികസേനയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും വെല്ലുവിളിച്ച് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾ വൻതോതിൽ എണ്ണക്കടത്ത് നടത്തുന്നതായിട്ട് വിദേശ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഹോർമുസിന് വേണ്ടി അടിയിടുന്നത് അല്ലെങ്കിൽ അടി കൂടുന്നത് ഒക്കെ ട്രംപാണ്. ആ ട്രംപിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രംപ് പറയുന്ന വാക്കുകളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ ധനകാര്യമായിട്ടുള്ള ഈ ബ്ലൂംബർഗ് പുറത്തുവിട്ട ഈ ഒരു രഹസ്യമായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങൾ ഈ വല്ലാതെ ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നീക്കങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ഇറാന്റെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഇറാൻ തകർന്നടിഞ്ഞു, ഇറാന്റെ സമ്പദ് വ്യവസ്ഥ എല്ലാം വരിഞ്ഞു മുറുകി എല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ നീക്കം നടക്കുന്നത്. ഇനി കഴിഞ്ഞ ജൂലൈ 7-ന് ഇറാനിൽ നിന്നുള്ള എണ്ണ വിൽപ്പനയ്ക്കുള്ള താൽക്കാലിക അനുമതി വാഷിംഗ്ടൺ റദ്ദാക്കിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ കപ്പൽ യാത്രകൾ നടന്നിരിക്കുന്നത് എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ ബ്ലൂംബർഗ് ശേഖരിച്ച ആഗോള കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം അമേരിക്ക നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്ന 6 ഭീമൻ എണ്ണക്കപ്പലുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹോർമുസ് കടലിടുക്ക് വിജയകരമായിട്ട് മറികടന്നത്. US ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാൻ ഇറാന്റെ നാവികസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക റഡാറുകളെയും യുദ്ധക്കപ്പലുകളുടെയും കണ്ണു വെട്ടിക്കാൻ വേണ്ടി ഈ ഒരു സൂപ്പർ ടാങ്കറുകൾ തങ്ങളുടെ കപ്പലിലെ ആശയവിനിമയ സംവിധാനങ്ങളും ട്രാക്കിംഗ് ട്രാൻസ്പോണ്ടറുകളും പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യുകയായിരുന്നു. സിഗ്നലുകൾ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കി തികച്ചും അദൃശ്യമായിട്ട് കടലിലൂടെ സഞ്ചരിച്ചാണ് ഈ കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത്. ആ ഇരുട്ടിൽ ഒന്നും തന്നെ അറിയാൻ കഴിയില്ല. ഈ GPS എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ആ ഒരു ഇരുട്ടിൽ ഈ കപ്പൽ കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ അതീവ രഹസ്യമായിട്ട് കടന്നുപോയ 6 എണ്ണ കപ്പലുകളുമായിട്ട് ഏകദേശം 12 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ബ്ലൂംബർഗ് വ്യക്തമാക്കുന്നത്. യുദ്ധകാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്രയും വലിയ തോതിലുള്ള എണ്ണ കയറ്റുമതിയിലൂടെ ഇറാൻ ഭരണകൂടത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ്. കേവലം എണ്ണ കപ്പലുകൾ മാത്രമല്ല, ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളെ നിരവധി ഗ്യാസ് കരിയറുകളും വൻകിട കണ്ടെയ്നർ കപ്പലുകളും സമാനമായിട്ടുള്ള രീതിയിൽ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തേക്ക് കടന്നിട്ടുണ്ട്. വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ നാവിക ഉപരോധ ഭീഷണികൾക്ക് ഇറാന്റെ കപ്പൽ വ്യൂഹം ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത്. ഈ കപ്പൽ നീക്കങ്ങൾ തടയാൻ കഴിഞ്ഞില്ല എന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ പെട്രോളിംഗ് സംവിധാനങ്ങൾക്ക് നാവിക പ്രതിരോധത്തിനും ഏറ്റവും വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഈ ഒരു സാമ്പത്തിക പ്രതിരോധ നീക്കങ്ങൾ വൈറ്റ് ഹൗസിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും കപ്പലുകൾക്ക് മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടേക്കുമെന്നും സൂചനകളുണ്ട്. അതേസമയം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലെ മറ്റ് അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ്.
എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് ഇറാൻ സുഗമമായിട്ട് എണ്ണക്കടത്ത് തുടരുന്നു, അല്ലെങ്കിൽ യുദ്ധരംഗത്ത് അവർക്ക് തന്ത്രപരമായിട്ടുള്ള വലിയ മേൽക്കൈ നൽകുന്നു എന്നത് വ്യക്തമാകുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ ഈ ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കാര്യം കേട്ടോ. കാരണം ഇറാൻ പറയുന്നു ഇറാന്റെ കയ്യിലാണ് നിയന്ത്രണം, അമേരിക്ക പറയുന്നു അമേരിക്കയുടെ കയ്യിലാണ് നിയന്ത്രണം എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ കപ്പൽ പോകാൻ സമ്മതിക്കുന്നില്ല, ഇറാന്റെ കപ്പൽ പോകാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ സൗഹൃദ രാജ്യങ്ങളുടെ കപ്പൽ ഒന്നും തന്നെ പോകാൻ സമ്മതിക്കാതെ അവിടെ ആക്രമണം നടത്തുമ്പോൾ അവിടെ ഈ ഇറാൻ നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇറാൻ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് എത്രത്തോളമാണ് ഹോർമുസ് ഇറാന്റെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കി തരുന്നത്. അതായത് അത്രയും അധികം കപ്പലുകൾ കടന്നു പോകുന്നു, ഇറാന്റെ വലിയൊരു ബുദ്ധി അവിടെ കാണിച്ചുകൊണ്ട് ഇറാൻ ആ ഹോർമുസിൽ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത സാമ്പത്തിക നീക്കങ്ങൾ ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായുള്ള അവരുടെ വ്യാപാര ബന്ധം യുദ്ധകാലത്തും ശക്തമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഈ എണ്ണ സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നതോടെ ഇറാന്റെ ഖജനാവിലേക്ക് വലിയ തോതിൽ പണം ഒഴുകിയെത്തുന്നു. സൈനിക ആവശ്യങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനുമായിട്ട് ഈ തുക വരും ദിവസങ്ങളിൽ അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയായാണ് സൃഷ്ടിക്കുന്നത്. ഇനി കടൽ മാർഗമുള്ള ഈ ഒരു കള്ളക്കടത്ത് തടയാൻ US നാവികസേന ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും അത്യാധുനിക ഡ്രോണുകളും വിന്യസിക്കാനാണ് ഇനി സാധ്യത. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കാണുന്ന ഇറാന്റെ കപ്പലുകൾ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് അമേരിക്കൻ സൈന്യം ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടേക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിൽ സമുദ്രത്തിൽ വെച്ച് നേരിട്ടുള്ള ഒരു വൻ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നാവിക നീക്കമുണ്ടായാൽ പകരമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടുമെന്നാണ് ഇറാന്റെ സൈനിക വക്താക്കൾ നൽകുന്ന ഭീഷണി. കടലിടുക്കിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ മൈനുകൾ വിതറിയും തീരദേശ മിസൈലുകൾ സജ്ജമാക്കിയും അന്താരാഷ്ട്ര ചരക്ക് നീക്കം നിശ്ചലമാക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. കാരണം ഇറാൻ അത് സാധിക്കുമെന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കാരണം ഹോർമുസ് പൂട്ടി ഒറ്റ കപ്പലുകൾ പോലും അതുവഴി കടന്നു വരുന്നില്ല, എല്ലാം നിശ്ചലമായിരിക്കുകയാണ്. എന്തായാലും ഇത്തരം ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിലെ വ്യാപാര മേഖലയെ വർഷങ്ങളോളം പിന്നോട്ടടിക്കുമെന്ന തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാക്കും. ഈ ഹോർമുസ് കടലിടുക്ക് വഴി സമാന്തരമായിട്ട് എണ്ണ ഒഴുകാൻ തുടങ്ങിയത് രാജ്യാന്തര ഇന്ധന വിപണിയിൽ വരും ദിവസങ്ങളിൽ വലിയ വില വ്യതിയാനങ്ങൾക്ക് കാരണമായേക്കാം. അതായത് വില വർധനവ് ഉണ്ടാകും. ഔദ്യോഗിക എണ്ണ വിപണിയെ വെട്ടിച്ച് ഇറാൻ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തുടങ്ങിയാൽ അത് ഒപെക് രാജ്യങ്ങളുടെ സാമ്പത്തിക സമവാക്യങ്ങളെ തെറ്റിക്കും. യുദ്ധം കാരണം എണ്ണവില കുതിച്ചുയരുമെന്ന് കരുതിയിരുന്ന വിപണിയിൽ ഇറാന്റെ ഈ ഒരു അദൃശ്യ വിതരണം വലിയൊരു അനിശ്ചിതാവസ്ഥയാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ഉപരോധങ്ങൾ എത്രത്തോളം പരാജയമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഇറാന്റെ ഈ ഒരു കപ്പൽ നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഒരു രാജ്യം തങ്ങളുടെ സാമ്പത്തിക സ്രോതസ് നിലനിർത്തുന്നത് മറ്റു ഉപരോധിത രാജ്യങ്ങൾക്കും പുതിയൊരു മാതൃകയാകും. വടക്കൻ കൊറിയ, വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇറാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ രഹസ്യ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ ഇത് വഴി തുറക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു ശാഠ്യം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹമുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ട്രംപ് ഭരണകൂടം കടുത്ത നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം ട്രംപ് കരുതി വെച്ചിരുന്ന എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. ട്രംപിന്റെ ആ ഒരു ബിസിനസ് ഫോക്കസിന്റെ എല്ലാ ലക്ഷ്യങ്ങളും തകർന്നടിഞ്ഞു. പിന്നീട് ട്രംപിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, യുദ്ധം തന്നെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനേ കഴിയൂ. പക്ഷേ യുദ്ധത്തിൽ ട്രംപ് വരുത്തി വെക്കുന്നത് ആ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും നഷ്ടങ്ങളും ഒക്കെ തന്നെയാണ്. എന്തായാലും നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടാൽ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് ഭീഷണിയാകും. ഗൾഫ് മേഖലയിലെ മറ്റു അറബ് രാജ്യങ്ങളും ഇറാന്റെ അപ്രതീക്ഷിത നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. തങ്ങളുടെ അതിർത്തികളിലൂടെ അമേരിക്കൻ വിലക്കുകൾ ലംഘിച്ച് കപ്പലുകൾ കടന്നു പോകുന്നത് തദ്ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക സൗദി അറേബ്യയും UAEയും പങ്കുവയ്ക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഒരു ആഗോള നയതന്ത്ര ചേരിതിരിവ് ഉണ്ടാകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല.
ഏത് നിമിഷവും കൂടുതൽ സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തകളും അപ്രതീക്ഷിത നാവിക നീക്കങ്ങളും പുറത്തു വരാവുന്ന അതീവ ജാഗ്രത സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇരു വിഭാഗത്തു നിന്നുമുള്ള സൈനിക നീക്കങ്ങളും പ്രതികരണങ്ങളും ആഗോള സുരക്ഷ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കനക്കുകയാണ്. ഈ കനക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ തന്റെ നേട്ടം കൊയ്യുന്നത്. എന്തായാലും ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധത്തിൽ ആര് ജയിച്ചു തോറ്റു എന്നതിലല്ല കാര്യം, എങ്ങനെയാണ് ഈ യുദ്ധം ഇരു രാജ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളമാണ് മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നത്, ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്ക് അത് എത്രത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധി ആകും എന്നുള്ളതൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം വീണ്ടും നിന്ന് പരിശ്രമിക്കുകയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനും. പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും കടുത്ത മുന്നറിയിപ്പുമായിട്ടും കടുത്ത നിലപാടുമായിട്ടും പോവുകയാണ്. ഇവിടെ ഹോർമുസ് ആണ് ഏറ്റവും വലിയ വിഷയം. ഹോർമുസ് അമേരിക്കയുടെ കൈകളിൽ ഒരിക്കലും, അമേരിക്കയുടെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ കൈകളിലും ഏൽപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടുമായിട്ടാണ് ഇറാൻ നിൽക്കുന്നത്. ഈ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിൽക്കുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മറ്റു രാജ്യങ്ങളെ വലിച്ചിടും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു യുദ്ധം നടക്കുമ്പോഴും ഇറാന്റെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഇറാൻ കൊയ്യുന്ന നേട്ടം അമേരിക്കയെ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്.